അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. വിശ്രുതമായ ഖസീദത്തുൽ ബുർദ നബി കീർത്തനങ്ങളുടെ മറ്റൊരു വഴിയിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. 59-ാമത്തെ വരിയിലൂടെ ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്പിറവിയും അവിടുത്തെ മാതൃ പിതൃ പരമ്പരയുടെ സംശുദ്ധിയും വിളിച്ചോതിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. മഹാനവറുകൾ പറഞ്ഞു, അബാന മൗലിദുഹു അൻ ത്വീബി ഉൻസൂരിഹി യാ ത്വീബ മുബ്തദഇൻ മിൻഹു വ മുഖ്തതമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. അബാന മൗലിദുഹു, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്പിറവി ഉദ്ഘോഷിച്ചു, വ്യക്തമാക്കി, വെളിവാക്കി. അൻ ത്വീബി ഉൻസുരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര, അസുല് അഥവാ മാതൃ പിതൃ പരമ്പര, ആദം നബി അലൈഹിസ്സലാം ഹവ്വ റളിയല്ലാഹു അൻഹ വരെയുള്ള മുഴുവൻ ആളുകളും അവരുടെ പരിഭാവനത്തെ സംബന്ധിച്ച്, അവരുടെ സംശുദ്ധിയെ സംബന്ധിച്ച് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. യാ ത്വീബ മുബ്തദഇൻ മിൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള തുടക്കം എത്ര പരിഭാവനമാണ്. വ മുഖ്തതമിൻ, അതിന്റെ ഒടുക്കവും എത്ര സംശുദ്ധമാണ്. ഇതാണ് ഈ വരിയുടെ ആശയം. ബഹുമാനപ്പെട്ട ബൂസരി ഇമാം എന്താണ് ഈ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രധാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര, മാതൃപിതൃ പരമ്പര, ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും ജാഹിലിയ കാലഘട്ടത്തിലെ തോന്നിവാസങ്ങളിൽ നിന്നും എല്ലാ അർത്ഥത്തിലും സംശുദ്ധരായിരുന്നു എന്നതാണ്. ഇവിടെ മൗലിദ് എന്നുള്ള പ്രയോഗം തിരുപ്പിറവി എന്നും ആ പിറവിയുടെ സമയമെന്നും അല്ലെങ്കിൽ സ്ഥലമെന്നും 3 തലങ്ങളിലൂടെയും ചർച്ച മഹാന്മാരായ പണ്ഡിതന്മാർ കൊണ്ടുപോയിട്ടുണ്ട്. വിശാലമായ തലങ്ങളിലേക്ക്, ആഴമേറിയ ചർച്ചകളിലേക്കാണ് അത് കൊണ്ടുപോയിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. തിരുപ്പിറവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത സ്ഥലം ഏതാണ്? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരും ഉത്ബുദ്ധരും ഉത്തമരുമാണ് മനുഷ്യരായ വർഗം. ഈ മനുഷ്യവർഗത്തിനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട്, ബഹുദൈവാരാധനയിൽ നിന്ന്, വിഗ്രഹാരാധനകളിൽ നിന്നൊക്കെ മാറി ഏകദൈവ വിശ്വാസത്തിലേക്ക്, അല്ലാഹു തആലയെ അംഗീകരിക്കുന്നതിലേക്ക് മനുഷ്യർ എത്തിപ്പെടാൻ വേണ്ടിയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ആ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കാൻ വേണ്ടി നിർമ്മിച്ച ആദ്യത്തെ ഭവനം പരിശുദ്ധമായ കഅബയാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, ബക്കയിൽ നിർമ്മിക്കപ്പെട്ട വിശുദ്ധമായ കഅബയാണ് ആദ്യത്തെ ഭവനം. ആ ഭവനം നിർമ്മിക്കുന്നത് മക്കയിലാണ്. മക്കയെ സംബന്ധിച്ച് ഉമ്മുൽ ഖുറ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആകയാൽ അല്ലാഹു തആല മണ്ണായി സൃഷ്ടിച്ച ആദ്യത്തെ വസ്തു അത് വിശുദ്ധമായ മക്കയിലെ മണ്ണാണ്. അവിടെ ആരാധനക്കായി നിർവഹിക്കപ്പെട്ട ആദ്യത്തെ ഭവനം, നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം അത് വിശുദ്ധമായ കഅബയാണ്. ഇതെല്ലാം തൗഹീദിന്റെ വിളനിലങ്ങളാണ്. ഇവിടെ ഷിർക്കിനോ അല്ലെങ്കിൽ ബഹുദൈവാരാധനക്കോ യാതൊരു സാധ്യതയും ഇല്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് അവ്വലുൽ മുസ്ലിമായ ഒരാൾ പിറവിയെടുക്കുമ്പോൾ, അവൽ മുസ്ലിം എന്ന് പരിശുദ്ധമായ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വ അന അവ്വലുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽ നിന്ന് ആദ്യത്തെ ആള് ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെയാണല്ലോ ആദം നബി അലൈഹിസ്സലാമിന്റെയും ഹവ്വ റളിയല്ലാഹു അൻഹയുടെയും എല്ലാത്തിന്റെയും മുന്നിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആദം നബിയും അതേപോലെ അവിടുത്തെ പ്രിയ പത്നിയായ മഹദിയായ ഹവ്വ റളിയല്ലാഹു അൻഹ, അവരൊക്കെ മുസ്ലിം ആകുന്നതിന്റെ മുമ്പ് അല്ലെങ്കിൽ അവരുടെ പിറവിക്ക് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യ മുസ്ലിമായി ഉണ്ട്. അപ്പോൾ ആദ്യത്തെ മണ്ണ്, ആദ്യത്തെ ഭവനം, ഇതെല്ലാം തൗഹീദിന്റെ വിളനിലങ്ങളാണ്. തൗഹീദിന്റെ ഈറ്റിലവും പൊറ്റിലവുമായ സ്ഥലമാണ്. അവിടെ ജനിക്കുന്നത് ആദ്യത്തെ മുസ്ലിമുമാണ്. ഈ ഒരു പ്രത്യേകമായ ഇഖ്തിയാറുണ്ട്, ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കേവലം ഒരു യാദൃശ്ചികമായ ഒന്നല്ല, മറിച്ച് വ്യക്തമായ ആസൂത്രണത്തോടു കൂടെയുള്ള ആ ഒരു പിറവിയും ആ ജന്മസ്ഥലവും അതേപോലെ ജന്മസമയവും എല്ലാം ആ രീതിയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ജനിക്കുമ്പോ ആ ഷിർക്കിനെയും
കുഫറിനെയും ബഹുദൈവാരാധനയും എല്ലാം വിഭാടനം ചെയ്യാൻ വേണ്ടി വരുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഷിർക്കിനെയോ കുഫറിനെയോ ബഹുദൈവാരാധനയോ പേറിയ ഒരു മുതുകിലോ ഗർഭാശയത്തിലോ വരാൻ പാടില്ല എന്ന് വിളിച്ചോതുന്നുണ്ട്. ഇതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്പിറവി അല്ലെങ്കിൽ ജന്മസ്ഥലം, ആ ത്വീബുൽ ഉൻസുർ, അവിടുത്തെ പരമ്പര, അവിടുത്തെ മാതൃ പിതൃ പരമ്പരയുടെ സംശുദ്ധിയെ വിളിച്ചോതുന്നുണ്ട് എന്ന് മഹാനായ കവി നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഇനി പ്രസവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. അവിടുത്തെ തിരുപ്പിറവി തന്നെയും ആ സംശുദ്ധമായ പാരമ്പര്യത്തിലേക്ക് വിളിച്ചോതുന്നുണ്ട് എന്ന് പറഞ്ഞു. എങ്ങനെയാണത്? മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബീവി ആമിന റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ചുമന്നത് മുതൽ അവിടുന്ന് പ്രസവിക്കുന്നത് വരെയും പ്രസവിച്ച വേളയിലും ഉണ്ടായ ഒരുപാട് അത്ഭുതങ്ങളെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ചരിത്രത്തിന്റെ താളുകളിലും ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്, ആ തിരുപ്പിറവി അവിടുന്ന് ജനിക്കുന്ന സമയം സുജൂദിലായി വീണു എന്നും അവിടുത്തെ കൈ ഏകദൈവ വിശ്വാസത്തിന്റെ അടയാളമായി ആകാശത്തേക്ക് ചൂണ്ടി വന്നു എന്നും കിസ്റ കൈസർ കണ്ടു എന്നും ഒരുപാട് അത്ഭുതങ്ങളെ ആ സമയത്ത് മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഉദ്ഘോഷിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷിർക്കിനെ, ബഹുദൈവാരാധനയെ ഒരിക്കലും അംഗീകരിക്കാത്ത, അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത, അതിനെ പൂർണ്ണമായും നിരാകരിക്കാൻ വേണ്ടി വന്ന ആ നേതാവ്, ആ പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ നൂറ്, അവിടുത്തെ അർവാഹ് എങ്ങനെയാണ് ആദം നബി അലൈഹി സ്വലാം മുതൽ ഉള്ള ഈ പരമ്പരയിൽ ഷിർക്ക് വിശ്വാസമുള്ള ബഹുദൈവാരാധകരായ ആളുകളിലൂടെ കടന്നു വരുന്നത്, അതൊരിക്കലും തന്നെ ഉണ്ടാവുകയില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വരിയിലൂടെ ഉറപ്പെടുത്തിയത്. അതാണ് യാ ത്വയ്യിബ മുബ്തദഇൻ മിൻഹു. അതിന്റെ തുടക്കം ആദം നബി അലൈഹി സ്വലാം ഒരു നബിയാണ്. ഹവ്വ റളിയല്ലാഹു അൻഹ അവിടുത്തെ പ്രിയ പത്നിയാണ്. അവിടുന്ന് ഇങ്ങനെ വന്നു. ആ തുടക്കം എത്ര ഗംഭീരമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ് അവസാനിക്കുന്നത്. ആ ഇഖ്തിതാം, മഹലുൽ ഇഖ്തിതാം, അതിന്റെ അവസാന സമ്പൂർണതയുടെ കേന്ദ്രം അതേതാണ്? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എത്ര സംശുദ്ധമാണത് എന്ന് വിളിച്ചറിയിക്കുകയാണ്. ഇനി തൽവിഷയമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിൽ ആരും തന്നെ ഷിർക്ക് അല്ലെങ്കിൽ ബഹുദൈവാരാധകരായ ആളുകളോ ജാഹിലിയ്യ കാലഘട്ടത്തിലെ വ്യഭിചാരം പോലുള്ള മലീമസമായ സ്വഭാവങ്ങളോ ഉണ്ടായിരുന്നില്ല എന്ന് നിരവധി ഹദീസുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. മഹാന്മാരായ ഇമാമികൾ ഈ വിഷയം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹത്തുക്കളായ അയിമ്മത്ത് രേഖപ്പെടുന്ന വിഷയം ഞാൻ വായിക്കാം. ഫഇന്നഹും, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാക്കളും പിതാക്കളും ഇമ്മ അംബിയാവു, ഒന്നുകിൽ അംബിയാക്കളാണ്. ആദം നബി അലൈഹി സ്വലാം ഒരു നബിയാണ്. അവിടുത്തെ പരമ്പരയിൽ വരുന്ന അംബിയാക്കളാണ് ആ ആത്മാവിന്റെ വാഹകരായിട്ടുള്ളത്. അല്ലെങ്കിൽ അത്ബാഉ അംബിയ, അല്ലെങ്കിൽ അംബിയാക്കളുടെ പിന്തുടർച്ചക്കാരാണ്. ഇത് രണ്ടുമല്ലെങ്കിൽ അഹ്ലു ഫതറത്തിൻ മഹ്കൂമുൻ ലഹും ബിൻ നജാത്തി, ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഫത്തറത്തിന്റെ അഹ്ലുകാരാണ് ആ ആളുകൾ. കമാ ഖാല അല്ലാഹു തആല വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. അഥവാ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇടയ്ക്കുള്ള നീണ്ട കാലം, ആ കാലഘട്ടത്തിൽ അറബികളിലേക്ക് ഒരു പ്രവാചകൻ, ഒരു നബിയോ റസൂലോ വന്നിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ആ കാലഘട്ടം അവ നന്മയും തിന്മയും വേർതിരിച്ച് ഉദ്ഘോഷിക്കാത്ത, കീർത്തിക്കപ്പെടാത്ത ഒരു സമയമാണ്. ആ സമയമായതുകൊണ്ട് ഫത്തറത്തിന്റെ കാലഘട്ടമാണ്. എങ്കിൽ ആ മഹാന്മാരായ പിതാക്കൾ ഒരിക്കലും തന്നെ നരകാവകാശികളല്ല, അവരെ കുറിച്ച് ബിംബാരാധകരുമല്ല. അതാണ് ഈ ആയത്തിലൂടെ നമ്മെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഒരു ഹദീസ് കൂടെ ചേർക്കുകയാണ്. ഇന്നല്ലാഹു അസ്തഫാ കിനാനത മിൻ വൽദി ഇസ്മാഈല, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ സന്താനങ്ങളിൽ നിന്ന് കിനാനത്തിനെ അല്ലാഹു തആല തെരഞ്ഞെടുത്തു. വസ്തഫ ഖുറൈശൻ മിൻ കിനാന, കിനാനത്തിന്റെ പരമ്പരയിൽ നിന്ന് ഖുറൈശിനെ അല്ലാഹു തആല പ്രത്യേകം സെലക്ട് ചെയ്തു. വസ്തഫ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, ഖുറൈശികളിൽ നിന്ന് ബനു ഹാഷിമിനെയും തെരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, ബനു ഹാഷിമിൽ നിന്ന് അല്ലാഹു തആല എന്നെയും തെരഞ്ഞെടുത്തു. ഫഅന ഖിയാറും മിൻ ഖിയാർ, അപ്പൊ ഞാൻ നല്ലവരിൽ നിന്നുള്ള നല്ലവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നല്ലവരിൽ നിന്നുള്ള നല്ലവരാണ്. അതേസമയം മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച്, ബഹുദൈവാരാധകരെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു ഇന്നമൽ മുശ്രികൂന നജസ്, മുശ്രിക്കുകൾ നജസാണ്, മാലിന്യമാണ്, അത് വളരെ മോശപ്പെട്ട മലീമസമായ വസ്തുവാണ്. അതേസമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് ഫഅന ഖിയാറും മിൻ ഖിയാർ,
ഞാൻ എല്ലാ അർത്ഥത്തിലും നല്ലവരിൽ നിന്നുള്ള നല്ലവരാണ്. അങ്ങനെ പറയുമ്പോൾ നജസ് ആ പരമ്പരയിൽ എവിടെയും വന്നിട്ടില്ല. ഷിർക്ക് എന്ന നജസ് ആ പരമ്പരയിൽ എവിടെയും വന്നിട്ടില്ല. ഇതുപോലെ മറ്റൊരു ഹദീസ് കൂടി നമുക്ക് വായിക്കാം. ഇന്നല്ലാഹ തആല ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ, അല്ലാഹു സൃഷ്ടികളൊക്കെ സൃഷ്ടിച്ചു. ഫഖ്താറ മിനൽ ഖൽഖി ബനി ആദം, സൃഷ്ടികളിൽ നിന്ന് മനുഷ്യരെ പ്രത്യേകം തെരഞ്ഞെടുത്തു. വഖ്താറ മിൻ ബനി ആദമ അൽ അറബ, ആദം സന്തതികളിൽ നിന്ന് അറബികളെ തെരഞ്ഞെടുത്തു. വഖ്താറ മിനൽ അറബി മുളർ, അറബികളിൽ നിന്ന് മുളർ ഗോത്രക്കാരെയും തെരഞ്ഞെടുത്തു. വഖ്താറ മിൻ മുളറ ഖുറൈശൻ, മുളറിൽ നിന്ന് ഖുറൈശി ഖബീലയെ തെരഞ്ഞെടുത്തു. വഖ്താറ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, അതെ എന്റെ വംശമാകുന്ന ബനു ഹാഷിമിനെ ഖുറൈശികളിലും തെരഞ്ഞെടുത്തു. വഖ്താറനി മിൻ ബനി ഹാഷിം, ബനു ഹാഷിമിൽ നിന്ന് എന്നെയും തെരഞ്ഞെടുത്തു. ഫഅന മിൻ ഖിയാരിൻ ഇലാ ഖിയാർ. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരമ്പരയിലേക്ക് വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ട് ആ സൃഷ്ടിപ്പിന്റെ കാലം മുതൽ ഇന്ന് വരെ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എത്തുന്നത് വരെ പൂർണ്ണമായും സംശുദ്ധരായിരുന്നു എന്ന് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ വളരെ സുവ്യക്തമായി ഗ്രഹിക്കാവുന്നതാണ്. വഖാലൽ ഇമാമു ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ ഇതുകൂടി ഉറപ്പെടുത്തുകയാണ്. മഹാനവറുകൾ പറഞ്ഞു, ഇന്ന ജമീഅ ആബാഇ സയ്യിദന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളുടെ പിതൃ പരമ്പര മുഴുവനും കാനു മുസ്ലിമീൻ, എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. വമിമ്മാ യദുല്ലു അലാ ദാലിക ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പിതൃ പരമ്പര മുഴുവനും മുസ്ലിങ്ങളായിരുന്നു എന്നതിന്റെ മേൽ അറിയിക്കുന്ന തെളിവുകൾ ധാരാളമുണ്ട്. അതിൽ പെട്ടതാണ് ലം മസൽ ഉൻഖൽ മിൻ അസ്ലാബി ത്വാഹിരീന, പരിശുദ്ധമായ മുതുകുകളിൽ നിന്ന് ഇല അർഹാമി ത്വാഹിറാത്ത്, പരിശുദ്ധമായ ഗർഭാശയങ്ങളിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടേയിരുന്നു. എത്ര വളരെ വ്യക്തമാണ്. ഇവിടെ ഒന്നുകൂടി ഞാൻ ചേർക്കുന്നു, ഇന്നമൽ മുശ്രികൂന നജസ്, ത്വാഹിറല്ല, മുശ്രിക്ക് നജസാണ്. ബഹുദൈവാരാധന മാലിന്യമാണ്, നജസാണ്. അതേസമയം ഏകദൈവാരാധന അതാണ് സംശുദ്ധം. അപ്പൊ ത്വാഹിറും നജസും ഒരിക്കലും ഒന്നാവുകയില്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പിതൃപരമ്പരയിലോ മാതൃപരമ്പരയിലോ മുശ്രിക്ക് ഉണ്ടായിട്ടേ ഇല്ല, ബഹുദൈവാരാധകർ ഉണ്ടായിട്ടേ ഇല്ല, സംശുദ്ധമായിരുന്നു. ഇനി മറ്റൊരു ഹദീസ് ഉണ്ട്. എന്താണ്? ജാഹിലിയ്യ കാലഘട്ടത്തിന്റെ സിഫാഹ് അഥവാ വ്യഭിചാരമോ വഴിവിട്ട അവിഹിത ബന്ധങ്ങളോ ഒന്നും തന്നെ എന്റെ പരമ്പരയിൽ സ്പർശിച്ചിട്ടില്ല, മുഴുവൻ ബന്ധങ്ങളും നിക്കാഹിലൂടെ ആയിരുന്നു എന്ന ഹദീസ് കൂടി ഇവിടെ ഞാൻ ചേർക്കുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മാതൃ പിതൃ പരമ്പര ബഹുദൈവാരാധനയിൽ നിന്നും ജാഹിലിയ്യ കാലഘട്ടത്തിന്റെ അവിഹിതമായ ബന്ധങ്ങളിൽ നിന്നും എല്ലാ അർത്ഥത്തിലും സംശുദ്ധമാണ് എന്ന ആ ഒരു വാക്യമാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ വരിയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മാതാപിതാക്കളെ ഷിർക്കിന്റെ ഉപാസകരാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബഹുദൈവാരാധകരാക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന പുത്തനാശയക്കാർ, അവരോട് നമുക്ക് സഹതാപമുള്ളൂ. ഒരു കാര്യം കൂടെ ദുഃഖത്തോടെ സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മാതൃപിതൃ പരമ്പരയെ കളങ്കപ്പെടുത്താൻ, അവരെ ബഹുദൈവാരാധനയുടെ ആലയിൽ കൂട്ടിക്കെട്ടാൻ വെമ്പൽ കൊള്ളുന്ന പുത്തനാശയക്കാരുണ്ട്. ആ തിരുപിറവിയെയും ആ തിരുപിറവിയുടെ പേരിലുള്ള സന്തോഷത്തിനെയും എല്ലാത്തിനെയും നിഷേധിക്കുകയും അതിനെ വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആ പുത്തനാശയക്കാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉമ്മയും ഉപ്പയും ആ പരമ്പര അവർ സംശുദ്ധരാണ്, മുശ്രിക്കീങ്ങളല്ല എന്ന് പറയുമ്പോൾ വലിയ ബേജാറാണ്. എന്തിനാണ് ഇങ്ങനെ അവർ ആശങ്കപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ആ വലിയ നേതാവിനോട് അടങ്ങാത്ത സ്നേഹവും ഇഷ്കും ഉള്ള ഒരു മനുഷ്യനാണ്, ഒരു ഈമാനുള്ള മനുഷ്യനാണ് എങ്കിൽ എങ്ങനെയാണത് പറയാൻ കഴിയുക? ഇനി സാങ്കല്പികമായി പറയട്ടെ, അവർ ബഹുദൈവാരാധന ഉണ്ടായിരുന്നു എന്ന് നഅൂദുബില്ല, അങ്ങനെ ഉണ്ട് എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയെ സംബന്ധിച്ച്, ഉപ്പയെ സംബന്ധിച്ച്, ഉപ്പാപ്പ ഉമ്മാമയെ സംബന്ധിച്ച് അവർ ബഹുദൈവാരാധകരായിരുന്നു എന്ന് പറയുന്നത് എത്ര വലിയ വിഷമമുണ്ടാക്കുന്ന സംഗതിയാണ്. ഒരു നേതാവിനെ മദ്ഹ് ചെയ്യലും ഒരു നേതാവിനെ അംഗീകരിക്കലും ആ ഒരു നേതാവിനെ കുറിച്ച് നല്ലത് പറയലുമാണോ ഇത്? ഒരിക്കലുമല്ല. ചില ആളുകൾക്ക് ആ മഹാന്മാരുടെ ജീവിതത്തിനെ കളങ്കപ്പെടുത്തിയാൽ മാത്രമേ സന്തോഷമാവുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃപിതൃ പരമ്പരകളെ കളങ്കപ്പെടുത്താൻ ഒരിക്കലും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആ മാതൃപിതൃ പരമ്പര സംശുദ്ധമാണ്. ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും എല്ലാ മാലിന്യങ്ങളിൽ നിന്നും അവർ സംശുദ്ധരാണ്. ഇനി ഒന്നും പറയാനില്ലെങ്കിൽ ആ വിഷയം മിണ്ടാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ബുദ്ധിമാനായ ഒരു വിശ്വാസിക്ക് ഭൂഷണമായിട്ടുള്ളത് എന്ന്
ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം ആളുകളെ ഷറിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കട്ടെ. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നത്, അബാന മൗലിദുഹു അൻ ത്വീബി ഉൻസൂരിഹി യാ ത്വീബ മുബ്തദഇൻ മിൻഹു വ മുഖ്തതമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരമ്പര എത്ര സംശുദ്ധമാണ്, അവിടുത്തെ തുടക്കവും ഒടുക്കവും ആദ്യവും അന്ത്യവും എത്ര പരിപാവനമാണ്. ഇതാണ് ഇവരുടെ ആശയം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ക് വെച്ച് അവിടുത്തെ പൊരുത്തം നേടി, ശഫാഅത്ത് നേടി, അവിടുത്തെ ബറക്കത്തും ദുആയും നേടി ഇരുലോകം വിജയിക്കാൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.